രാവിലെ ഇന്ന് ചിങ്ങം 1-ാം തീയതിയായിട്ട് ആരെയാണ് കണി കണ്ടതെന്ന് ആലോചിച്ച് ആ കണ്ടവനെ തെറിയും വിളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അടുത്ത ആൾ കുറേ അടുത്ത ബിരിയാണിക്കുള്ള സാധനങ്ങളുമായിട്ട് വരുന്നത് കേട്ടോ. പല്ലവിധനെ ഒന്ന് ജോലി രാവിലത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുക്കി ഇന്ന് എന്ത് ജോലിയായിരുന്നെന്ന് എനിക്കറിയില്ല. ഇന്ന് ഭയങ്കര ജോലി തീർത്തിട്ടും ഗ്യാസ് തീർന്നു. ഇതിനിടയ്ക്ക് മൊത്തത്തിൽ 1-ാം തീയതി എന്ന് പറയുന്ന ഒരു ശകുനം പോലെ ആയി കേട്ടോ. ഒരുപാട് കഷ്ടപ്പെട്ടു. വല്ലവിധനെയും ഉച്ചത്തേക്കുള്ളതും ഒക്കെ കറിയും എല്ലാം റെഡിയാക്കി മോനെ ഒന്ന് ഉറക്കി ഒന്ന് റെസ്റ്റ് ഒന്ന് ഇരിക്കാമെന്ന് പറഞ്ഞ് വന്നപ്പോഴേക്കും ചേട്ടൻ പിള്ളേർക്കുള്ള ബിരിയാണി അരിയും ഇറച്ചിയൊക്കെ ആയിട്ട് വരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ കൊന്നു തിന്നാനുള്ള ദേഷ്യം ഉണ്ടായിരുന്നേ. പിന്നെ ആൾ വന്ന് സോപ്പിട്ട് പിള്ളേർക്ക് വേണ്ടി എല്ലേടി എന്നൊക്കെ പറഞ്ഞ് എൻ്റെ അടുത്ത് വന്ന് സോപ്പിട്ടൊക്കെ ഒന്ന് മയപ്പെടുത്തി. അങ്ങനെ രണ്ടുപേരും കൂടെ ചേട്ടനും കൂടെ സഹായിക്കാമെന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടെ ഇറച്ചി വയ്ക്കാനുള്ള പുറപ്പാടാണ്. ഞാൻ തുണി നനച്ചിട്ടിട്ട് വന്നപ്പോൾ ഗൗരിക്കുട്ടി സവാള അരിഞ്ഞു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇന്ന് രാത്രിയായാലും അത് അരിഞ്ഞു തീരൂലെന്ന് മനസ്സിലാക്കിയോണ്ട് അവളെ മാറ്റിയിട്ട് അവളെ വീഡിയോ എടുക്കാനായിട്ട് ഞാൻ ഏൽപ്പിച്ചിട്ട് ഞാൻ ബാക്കി പരിപാടികളൊക്കെ തുടങ്ങിയിട്ട്. ഇപ്പോൾ നെയ്ച്ചോറായിരുന്നു വെച്ചത്. ബിരിയാണിയല്ല, നെയ്ച്ചോറ് ഉണ്ടാക്കുമെന്ന് വെച്ച് നെയ്ച്ചോറും നമ്മൾ ചിക്കൻ സെപ്പറേറ്റ് ആയിട്ട് വെച്ചു. എല്ലാം കുറേശ്ശെ ഉണ്ടായിരുന്നുള്ളൂ. മോള് കുറേ നാളായിട്ട് പറയുന്നുണ്ടായിരുന്നേ ബിരിയാണി വേണം എന്നൊക്കെ. അപ്പോൾ വാങ്ങിച്ചു കൊടുക്കാമെന്ന് വെച്ചിട്ട് ചേട്ടൻ പിന്നെ വിചാരിച്ചു അതാകുമ്പോൾ എല്ലാവർക്കും കഴിക്കാമല്ലോ എന്ന് കരുതിയിട്ട് വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോൾ തന്നെ 1 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് ഇതെല്ലാം റെഡിയാക്കി ഒന്ന് സെറ്റ് ചെയ്ത് വന്നപ്പോൾ 3 മണിയായി കേട്ടോ. ഫുഡ് കഴിച്ചപ്പോൾ തന്നെ ഇടയ്ക്ക് എനിക്ക് വിശന്നിട്ട് ഞാൻ രാവിലെ ചോറും ചീരക്കറിയൊക്കെ ഉണ്ടായിരുന്നു, നല്ല ചൂര മീനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിക്കാമെന്ന് ഞാൻ വിചാരിച്ചിട്ടും ചേട്ടൻ സമ്മതിച്ചില്ല. അത് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് കഴിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അതിലും സമ്മതിച്ചില്ല കേട്ടോ. ഇടയ്ക്ക് ഞാൻ വിശന്നിട്ട് കഴിക്കാൻ പോയപ്പോൾ എന്നെ പിടിച്ച് മാറ്റി നിർത്തി, ഇത് പെട്ടെന്ന് റെഡിയാവുമോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ തയ്യാറെടുപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എങ്ങനെ നോക്കിയാലും ഒരു 3 മണി ആയപ്പോഴത്തേക്കും എന്തോ എല്ലാം സെറ്റായി വന്നു. എനിക്കെന്തോ ഈ വീട്ടിൽ ഇതൊക്കെ വെച്ച് വരുമ്പോഴത്തേക്കും അങ്ങോട്ട് കഴിക്കാനായിട്ട് വലിയ താല്പര്യം തോന്നാറില്ല. ഇതൊക്കെ വല്ലപ്പോഴും പുറത്തുനിന്ന് വാങ്ങിച്ച് കഴിക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് തോന്നുന്നത്. എന്നെപ്പോലെ എത്ര പേരുണ്ട് ഈ സ്വഭാവത്തിൽ.